ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർമ്മിക്കായിട്ട് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മന്ത്രി ആയാലും MLA ആയാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും പാവങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ കൈവിടുകയോ ചെയ്യരുത്. കാരണം നമുക്ക് നമ്മുടെ ഈ ഭരണം ഇനി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങൾ താഴേക്കടയിൽ നിന്നും തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാതിരി ഞാനൊരു MLA ആയിപ്പോയി, MLA ആണ്, അതുകൊണ്ട് എൻ്റെ മണ്ഡലത്തിലേക്ക് ഒരു ഗുണം ചെയ്യേണ്ട എന്നുള്ള എൻ്റെ മണ്ഡലത്തിലേക്ക് ഒരു കോപ്പും ചെയ്യേണ്ട, ജനങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ നിങ്ങളെ കയറ്റി നിർത്തിയേക്കണാണ്. ഇത്ര നാളും നിങ്ങൾ ചെയ്ത മാതിരി കഴിഞ്ഞ 10 വർഷത്തെ ഭരണം പോയതുകൊണ്ട് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റോഡോ കുറേ ബിൽഡിങ്ങോ അല്ലെ കുറേ ഡ്രെയിനോ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പാവങ്ങളെ നിങ്ങൾ മേലേക്ക് കൊണ്ടുവരാൻ നോക്കുക. പാവങ്ങളെ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിജയം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കണ്ടോ, ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ഒരു 6 മാസം 1 കൊല്ലമൊക്കെ ഇട്ട് നശിപ്പിച്ച ഒരു ഫോം അല്ലെങ്കിൽ ഒരു അപേക്ഷയ്ക്ക് കൊടുത്തിട്ട് അത് പാസ്സാക്കി കൊടുക്കാതെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു അറുതി വരുത്തി തമിഴ്നാട് ഗവൺമെൻറ് കാണിച്ചു കണ്ടോ. വിജയ് ആൺകുട്ടിയാണ്, കൈക്കൂലി വാങ്ങിക്കുന്നവരെ സർവീസിൽ പോലും ഉണ്ടാവില്ല, അവരെ സർവീസിൽ നിന്ന് വരെ എടുത്തു കളയും. അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ കൊണ്ടുവരികയോ ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്കൂൾ പരിസരങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ലഹരിയുടെ പരിപാടികളുണ്ട്, അതിന് അറുതി വരുത്തണം. ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നില്ലേ ഓൻ്റെ